ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതോടെ ജാമ്യം നേടി പുറത്തിറങ്ങുന്ന 6 ആളുകൾ ആയിരിക്കുകയാണ് കേസിൽ എന്നുള്ളതാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായ വാദമുഖം ഉന്നയിച്ചിരുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം, ഒപ്പം അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക നിക്ഷേപം തന്ത്രിക്കും ഭാര്യയ്ക്കുമുള്ളത്, ഇതിന്റെ വിശദാംശങ്ങളെല്ലാം കോടതിയിൽ നൽകിയതാണ്. പക്ഷേ തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നിപ്പോൾ പുറത്തു വരികയാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 2 കേസുകളിൽ, കട്ടിളപ്പാളി കേസും ദ്വാരപാലക കേസുമുണ്ട്, പാളി കേസുമുണ്ട്. ഈ 2 കേസിലും ജാമ്യമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. സൂര്യഗായത്രി വിശദാംശങ്ങളുമായുണ്ട്. സൂര്യഗായത്രി, അങ്ങനെ തന്ത്രിയും പുറത്തേക്ക്? തന്ത്രി കണ്ഠരര് രാജീവരും പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കേസ്, പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ ഈ കേസിലെ പല പ്രതികളും പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത്, അത് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഒരു കാരണവശാലും ആശങ്ക വേണ്ടതില്ല പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൽ എന്നുള്ളതാണ്. പക്ഷേ പ്രതികൾ ഒന്നൊന്നായി, അതിലും പ്രധാനപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ എന്താകും ഇനി SITയുടെ നീക്കം എന്നൊക്കെയുള്ളതാണ്. SIT വിശദമായ പരിശോധനയിലേക്കും ശാസ്ത്രീയ പരിശോധന 2ാം തവണ നടത്തുന്നതിലേക്കുമൊക്കെ കടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലേക്ക് ഓരോരോ പ്രതിക്കും ജാമ്യം കിട്ടുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൂടി ജാമ്യം ലഭിച്ച അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. 2 കേസുകളിലും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതി കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പപ്പാളി കേസിലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 41 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ തന്ത്രി പുറത്തേക്ക് വരികയാണ്. അതിനിടെ പല കുറി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് തിരികെ ജയിലിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. 2 കേസുകളിലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ജാമ്യം നൽകരുത് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം അത് കോടതി തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ തന്ത്രിക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം, കൂടാതെ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അനധികൃത നിക്ഷേപത്തിന്റെ കണക്കുകൾ, ഭാര്യയ്ക്കും തന്ത്രിക്കും പല ഇടങ്ങളിലായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഉൾപ്പെടെ നിക്ഷേപമുണ്ട് എന്നൊക്കെയുള്ളതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉണ്ട് എന്നുള്ളതിന്റെ, ഒന്നിലേറെ ധനകാര്യ സ്ഥാപനങ്ങളിൽ, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ട് എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. കേസിലെ ഓരോ പ്രതികൾ, പ്രധാനപ്പെട്ട 1ാം പ്രതി ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ തന്ത്രിയും പുറത്തേക്ക് വരികയാണ്. 41 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം തന്ത്രി പുറത്തേക്ക് വരുന്നു. തുടക്കത്തിൽ തനിക്കിതുമായി ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വിശദമായി ചോദ്യം ചെയ്യൽ SITയുടെ ഭാഗത്തുനിന്ന് പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് 41 ദിവസം മുൻപായിരുന്നു. 41 ദിവസം പൂർത്തിയാക്കി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് ജാമ്യം, തന്ത്രി കണ്ഠരര് രാജീവരും പുറത്തേക്ക്. ഇതോടെ കേസിൽ പുറത്തിറങ്ങുന്ന 6ാമത്തെ പ്രതിയാണ്. ഇതിൽ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന പ്രതികൾ, അതല്ലാതെ പുറത്തിറങ്ങുന്ന പ്രതികൾ, ആ തരത്തിലേക്ക് പ്രതികൾ ഒന്നൊന്നായി പുറത്തേക്കിറങ്ങുന്ന സാഹചര്യം. പക്ഷേ അതിൽ പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനമുണ്ട്. ഈ കേസിനെ ദുർബലമാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്, ഈ കേസ് നിരീക്ഷിക്കുന്ന ദേവസ്വം ബെഞ്ച് ഇതിൽ പരാമർശം നടത്തിയിട്ടുള്ളത് ആശങ്ക വേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രതികൾ പുറത്തേക്കിറങ്ങുന്നത് കേസിന്റെ അന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല, ദുർബലമാക്കില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത്, കർശനമായ ഉപാധികളോടെ തന്നെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എന്നതും നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ജാമ്യം നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, അങ്ങനെ 6ാമത്തെ പ്രതി കൂടി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തന്ത്രിക്കും ജാമ്യം കിട്ടിയിരിക്കുന്നു.
അനുജ, ഉറപ്പായിട്ടും അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 90 ദിവസം തികയും മുൻപ്, അതായത് കുറ്റപത്രം നൽകാത്തതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യം അല്ലാത്ത രീതിയിൽ പുറത്തേക്കിറങ്ങുന്ന രണ്ടാമത്തെ ആളാണ് തന്ത്രി കണ്ഠരര് രാജീവര് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുകയും ഈ കേസിന് പുറത്തുള്ള സാമ്പത്തിക വിവരങ്ങളുടെ രേഖകളടക്കം കോടതിയിൽ തന്ത്രിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ തന്നെ പ്രതിഭാഗം, അതായത് തന്ത്രിയുടെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ കോടതിയിൽ പറഞ്ഞ കാര്യം, ദേവന്റെ അനുജ്ഞ അനുസരിച്ചുള്ള തീരുമാനം മാത്രമാണ് തന്ത്രി നടപ്പാക്കിയത്. അത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറസ്റ്റിലായി കേസിൽ അറസ്റ്റിലായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥരെ പോലെ കോൺസ്പിറസിലടക്കം പങ്കുള്ള ആളല്ല തന്ത്രി, മറിച്ച് തന്ത്രി ആകെ ചെയ്തത് അനുജ്ഞ അനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കേസിന്റെ കോൺസ്പിറസിയുടെ ഭാഗമായി തന്ത്രിയെ ആക്കരുത്, തന്ത്രി അതിന്റെ പരിധിയിൽ കൊണ്ടുവരരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിരുന്നു. അതേസമയം അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. മാത്രവുമല്ല അതിൽ പറഞ്ഞിരുന്ന കാര്യം, ഈ പ്രതിഭാഗം പറഞ്ഞിരുന്ന കാര്യം, താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെട്ടത്, ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാറില്ല തന്ത്രി, സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം പ്രധാന വാദമായി ഉയർത്തിയിരുന്നു. എന്നാൽ തന്ത്രിക്ക് ജാമ്യം നൽകരുതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ വാദിച്ച പ്രധാനപ്പെട്ട കാര്യം, 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ട്. മാത്രമല്ല കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവടക്കം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തന്ത്രിയുടെ പേരിലുള്ള 2.05 കോടിയുടെയും ഭാര്യയുടെ പേരിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ സമ്പാദ്യത്തിന്റെ രേഖകളടക്കം കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയുടെ ജാമ്യത്തെ എതിർത്ത് അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച കോടതി തന്ത്രിക്ക് ജാമ്യം അനുവദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരിട്ടുള്ള ഇടപെടലിൽ തന്ത്രിയുടെ പങ്ക് അതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കോടതിക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കോടതി ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തരത്തിൽ പ്രോസിക്യൂഷൻ പലതരത്തിൽ ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിച്ചിട്ടുള്ള വാദമുഖങ്ങൾ അത് കോടതി തള്ളിയിട്ടുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ മറ്റൊരു വിവരം നമുക്കുള്ളത്, എ പത്മകുമാർ കൂടി ജാമ്യം തേടിയിരിക്കുന്നു. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടിയിട്ടുണ്ട്. 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായിരിക്കുന്നു. ദ്വാരപാലക ശില്പപാളി കേസിൽ റിമാൻഡ് തുടരുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഫെബ്രുവരി 19 ഈ മാസം 19 വിജിലൻസ് കോടതി ആ ഹർജി കൂടി പരിഗണിക്കാൻ പോവുകയാണ്. കൂടാതെ കെ പി ശങ്കരദാസിന്റെ 2 ജാമ്യ ഹർജികൾ അത് 23-ാം തീയതി പരിഗണിക്കുന്നു. ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യം ഹർജിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.